ഹലോ നമസ്കാരം, ടെക് വീഡിയോസ് കോർണർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് നമ്മളുടെ ഫോണിലെ സ്റ്റാറ്റസ് ബാറിലെ ഐക്കണുകളെല്ലാം വളരെ സ്മോൾ ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മളുടെ ഫോണിലെ സ്റ്റാറ്റസ് ബാറിലെ ഐക്കണുകളായ ബാറ്ററി, അതേപോലെ തന്നെ വൈഫൈയുടെ സിഗ്നൽ, അതേപോലെ തന്നെ നമ്മളുടെ മൊബൈൽ ഫോണിൻ്റെ സിഗ്നൽ, അതേപോലെ തന്നെ സമയം, അതേപോലെ തന്നെ നമുക്ക് വരുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ വളരെ ചെറിയതായിട്ടാണ് നമുക്ക് നമ്മളുടെ ഫോണിൻ്റെ ഏറ്റവും മുകളിലുള്ള സ്റ്റാറ്റസ് ബാറിൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ വീട്ടിലുള്ള മുതിർന്നവരും പ്രായമായവരൊക്കെ ഫോൺ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് ഇതൊക്കെ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. ഉദാഹരണത്തിന് നമ്മളുടെ ഫോണിൻ്റെ ചാർജ് തീർന്നു പോകുന്നുണ്ടെങ്കിൽ അവർക്ക് ചാർജ് കുത്താനായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും. അവർക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കി ചെയ്യാനായിട്ട് സാധിക്കില്ല. അതേപോലെ തന്നെ സമയം പെട്ടെന്ന് അവർക്ക് നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. വളരെ ചെറിയ രീതിയിലാണ് അവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് വളരെ നമ്മളുടെ ഫോണിൽ ഒരു സെറ്റിങ്സ് ഉപയോഗിച്ച് ഡെവലപ്പർ ഓപ്ഷനിൽ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്കത് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അവർക്ക് വളരെ സൂക്ഷ്മമായിട്ട് എല്ലാ കാര്യങ്ങളും കാണാനും നോട്ടിഫിക്കേഷൻസും, അതേപോലെ തന്നെ നമുക്ക് അറിയാം നമ്മളുടെ ഫോണിലെ സെറ്റിങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ ചെറുതായ രീതിയിലായിട്ടാണ് നമ്മളുടെ എല്ലാ വാചകങ്ങളും എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ സെറ്റിങ്സിൽ മാറ്റം വരുത്തുമ്പോൾ ഇതെല്ലാം നമുക്ക് കുറച്ചും കൂടി വലുതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സമയം കളയുന്നില്ല, നമുക്ക് നേരെ ഫോണിലേക്ക് പോയി ഇതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഫോണിലേക്ക് വന്നതിന് ശേഷം സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഏറ്റവും താഴേക്ക് പോകുമ്പോൾ നമുക്കിവിടെ കാണാം എബൌട്ട് ഫോൺ എന്നുള്ളൊരു സെക്ഷൻ കാണാം. അവിടെ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ. അതിനുശേഷം നമ്മൾ നോക്കേണ്ടത് ബിൽഡ് നമ്പർ എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് 4 തവണ ജസ്റ്റ് നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഫോണിൽ ഡെവലപ്പർ ഓപ്ഷൻ എന്ന ആ ഫീച്ചർ നമുക്ക് എനേബിൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് ഫോണിൽ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിച്ചില്ലെങ്കിൽ നമ്മളോട് ചെയ്യേണ്ടത്, നമുക്കറിയാം നമ്മളിപ്പോൾ നേരത്തെ പറയുന്നത് പോലെ ജസ്റ്റ് സെർച്ച് ബാറിൽ നമ്മളിവിടെ സോഫ്റ്റ്വെയർ ഒന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇൻഫർമേഷൻ ടൈപ്പ് ചെയ്യുമ്പോഴേക്കും നമുക്കിവിടെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എന്നുള്ളൊരു ഭാഗം വന്നു. അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം വീണ്ടും സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ, അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബിൽഡ് നമ്പറിൽ 4 തവണ ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ബാക്കിലേക്ക് പോവുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമുക്കിവിടെ കാണാം സിസ്റ്റം എന്നുള്ളൊരു ഭാഗം കാണാം. അതിൽ ജസ്റ്റ് നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഏറ്റവും താഴെ കാണാം ഡെവലപ്പർ ഓപ്ഷൻ എന്നുള്ളൊരു ഭാഗം കാണാം. അങ്ങനെ ഡെവലപ്പർ ഓപ്ഷൻ കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ജസ്റ്റ് ഇവിടെ സെർച്ച് ബാറിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ടാപ്പ് ചെയ്യുക. DEVELOPER എന്ന് ജസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോഴേക്കും നമുക്കിവിടെ താഴെ കാണാം ഡെവലപ്പർ ഓപ്ഷൻസ്. അതിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ടാപ്പ് ചെയ്യുക. അതിനുശേഷം വീണ്ടും നമ്മൾ സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്യേണ്ടത് SMALLEST സ്മോളസ്റ്റ് വിഡ്ത്ത് എന്നാണ് നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ തന്നെ നമുക്ക് ആ ഓപ്ഷൻ നമ്മളുടെ മുൻപിലേക്ക് ഏറ്റവും താഴെ കാണാം സ്മോളസ്റ്റ് വിഡ്ത്ത് എന്നുള്ള ഭാഗം കാണാം. അവിടെ ജസ്റ്റ് നമ്മൾ ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ 392 എന്നാണ് കിടക്കുന്നത്. ഇതിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമുക്കൊരു 300 മുതൽ 400 വരെയുള്ള സംഖ്യകൾ മാത്രമേ നമ്മൾ ടൈപ്പ് ചെയ്യാൻ പാടുള്ളൂ. അതിനും കുറവോ അതിനും കൂടുതലോ നമ്മൾ ഒരിക്കലും ടൈപ്പ് ചെയ്യാനായിട്ട് പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മളിവിടെ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇവിടെ എൻ്റെ ഫോണിൽ ഏറ്റവും മുകളിൽ കാണാം, ഓൾറെഡി ഇപ്പോൾ കാണാം എല്ലാ നമ്മളുടെ സ്റ്റാറ്റസ് ബാറിലെ ഐക്കണുകളും വളരെ ചെറുതാണ്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഈ നമ്പറിൽ ജസ്റ്റ് ഒരു 340 എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ ജസ്റ്റ് ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും എൻ്റെ ഫോണിലെ സ്റ്റാറ്റസ് ബാറിലെ ഐക്കണുകളൊക്കെ ഇപ്പോൾ കുറച്ചും കൂടി ഒന്ന് വലുതായി, കാണാനും കുറച്ച് നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മളുടെ ഫോണിലെ എല്ലാ വാചകങ്ങളും, അതായത് എല്ലാ ഫോണ്ടുകളും കുറച്ചും കൂടി നമുക്ക് വലുതായി. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ വീട്ടിൽ ഫോൺ ഉപയോഗിക്കുന്ന മുതിർന്നവരും പ്രായമായവർക്കും എല്ലാം വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇതിലെന്താണ് എഴുതിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. നമുക്ക് മുകളിലായാലും താഴെയായാലും നമുക്ക് എല്ലാ ഐക്കണുകളും കുറച്ചും കൂടി വലുതായതുകൊണ്ട് വളരെ ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ രേഖപ്പെടുത്തിയത് 340 ആണ്. നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 300 മുതൽ 400 വരെ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടിയും കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഏതാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി കംഫർട്ടായിട്ടുള്ള ഒരു സംഖ്യ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ എത്രയാണ് മുൻപ് രേഖപ്പെടുത്തിയിരിക്കുന്നത്
392 എൻ്റെ ഫോണിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഖ്യയാണ്. അത് നിങ്ങൾ മുൻകൂട്ടി തന്നെ നേരത്തെ തന്നെ മനസ്സിലാക്കിയതിന് ശേഷം മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതേ രീതിയിൽ എല്ലാവരും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അറിയാത്തവരിലേക്ക് ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു.